ഓരോരോ പടം ചെയ്യുമ്പോൾ എനിക്കൊരു ലേണിംഗ് പ്രോസസ്സാണ്. കാരണം അതിൻ്റെ ഡയറക്ടർ സെയിം ഡയറക്ടറായിരുന്നാലും അവർ കൊണ്ടുവരുന്ന കഥ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ കഥയ്ക്ക് വേണ്ടിയുള്ള ഹോംവർക്കും ആ കഥയ്ക്ക് വേണ്ടിയുള്ള മെൻ്റൽ പ്രിപ്പറേഷനും ഞാൻ ചെയ്തേ പറ്റും സിനിമാറ്റോഗ്രാഫർ. കാരണം എനിക്ക് ഒരിക്കലും എൻ്റെ വർക്കുകളെല്ലാം സിമിലാരിറ്റി വരുന്നതിനൊരു തോന്നലുണ്ടായിരുന്നു. കാരണം ഞാൻ പടം ചെയ്യുമ്പോൾ ആദ്യം ആലോചിക്കുന്നത് കഴിഞ്ഞ പടം പോലെ റിപ്പീറ്റഡ് ഷോട്ടുകൾ പോലെ ഞാൻ ആ പടത്തിൽ കണ്ടതുപോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ലൈറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ഷോട്ട് കൺസീവ് ചെയ്യുന്നതാണെങ്കിലും അതിൻ്റെ ക്യാമറ മൂവ്മെൻ്റ് ആണെങ്കിലും എനിത്തിങ് പ്രോപ്പർട്ടി യൂസേജ്. അപ്പോൾ അത് എല്ലാ പടത്തിലും ഞാൻ ഡിഫറൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഹോംവർക്കാണ് പ്രീ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പുതു ഡയറക്ടർ വരുമ്പോൾ വീണ്ടും ചാലഞ്ചിങ്. ഓരോരോ പുതു ഡയറക്ടർ വരുമ്പോൾ യു ആർ ഗോയിങ് ടു ദ 0 പോയിൻറ്റ്. നമ്മൾ വിചാരിക്കും നമ്മുടെ പടം 4 പടം ഹിറ്റായി നമ്മുടെ ടോപ്പ് ലൈൻ നിൽക്കുകയാണ്, ദി ബെസ്റ്റ് ക്യാമറമാൻ അവാർഡ് കിട്ടി, അത് കിട്ടി, എല്ലാം ഓക്കെ. പക്ഷെ ഒരു ന്യൂ ഡയറക്ടർ വരുമ്പോൾ അഗെയിൻ ഞാൻ താഴോട്ട് പോയി 0യിൽ നിന്ന് തുടങ്ങണം. കാരണം ഇതെല്ലാം ഈ ഡയറക്ടറുടെ മനസ്സിൽ വേറെ ഒരു കാഴ്ചപ്പാടായിരിക്കാം. അപ്പോൾ ഞാൻ ഇത് ചെയ്തതെല്ലാം മികച്ചതാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഡെഫിനറ്റ്ലി എനിക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല. അപ്പം അടുത്ത എനിക്ക് പുതിയതായിട്ട് വരുന്നത് ഡയറക്ടർ വന്നിട്ട് മധുബാല എനിക്ക് ടെലിവിഷൻ പരിചയമുണ്ട്. ടെലിവിഷനിലെ സീരിയൽസൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്ത അന്ന കരീനയുടെ സീരിയൽ കൈരളി TV വേണ്ടി ചെയ്ത് അത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആ സമയത്തിൽ 8 അവാർഡ്സ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് പ്രൊഡക്ഷൻ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് റോഡ് അവാർഡ്സ് കിട്ടി. അതിൽ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ ചെയ്തത് മധുബാലാണ്. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ ഡയറക്ഷൻ എന്ന് പറയാം. അതിനു മുമ്പ് ആഡ് ഫിലിംസ് ഒരുപാട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇത് ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഡയറക്ഷൻ ചെയ്ത് ഒരു ഡയറക്ടറിന് ഒരു സ്ഥാനം കിട്ടിയത് ആ അന്ന സീരിയലിലാണ്. അതിൽ വെച്ച് മധുബാലയുടെ ഒരു നല്ല ക്യാരക്ടർ ബ്യൂട്ടിഫുള്ളായി ഉപയോഗിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് മധുബാല ഉപയോഗിച്ചതാണെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ആഡ് ചെയ്തായിരുന്നു. എക്സ്പോർട്ട് യൂണിറ്റിന് വേണ്ടി, നമ്മുടെ കേരളത്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് വേണ്ടി. അത് ഫോറിൻ കൺട്രിയിലുള്ളവർ ഇവിടെ വന്ന് പ്രിപ്പയർ ചെയ്ത് മറ്റേ എക്സ്പോർട്ട് സോണിൽ അതിൻ്റെ ഒരു ഫോറിൻ ആഡാണ്. അതിൽ മധുബാലായിരുന്നു മോഡൽ. ആക്ച്വലി മധുബാല എന്ന ആക്ടർ ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു മോഡലായിട്ട് അഭിനയിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന കരീന, അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്തു. അപ്പം മധുബാൽ പറഞ്ഞ് ഞാൻ ഡയറക്ഷനിൽ ഷിഫ്റ്റ് ചെയ്യാം, ഇപ്പം ആകാശപ്പറവുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്യുന്നുണ്ട്, അതിൽ ക്യാമറ ചെയ്യണമെന്ന്. അങ്ങനെ മധുബാലിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് അതും സ്റ്റേറ്റ് അവാർഡ് പുള്ളിക്ക് കിട്ടിയായിരുന്നു. അപ്പം ന്യൂ ഡയറക്ടേഴ്സ് ഒരുപാട് പേര്, എൻ്റെ ശ്യാമപ്രസാദ് ആണെങ്കിലും ഗിരീഷ് ഗംഗാധരാണെങ്കിലും രമേശ് പിഷാരടി, ഇങ്ങനെ ബ്ലസ്സി, കുറേ ന്യൂസ് ഡയറക്ടർ, ഫസ്റ്റ് കം ഡയറക്ടേഴ്സ്, അവരെല്ലാവരും ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചാൻസ്. മധുബാലും ഫസ്റ്റ് വർക്ക് ഞാനായിരുന്നു ക്യാമറമാൻ. അടുത്ത് പുള്ളി വന്ന് പറഞ്ഞു ഒരു പടം ചെയ്യുന്നത്, വെരി ലോ ബഡ്ജറ്റ് അഗെയിൻ. അപ്പം ഞാൻ ചോക്ലേറ്റ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന പടമാണ് തലപ്പാവ്. നേരത്തെ പറഞ്ഞതുപോലെ ചോട്ടാ മുംബൈ, ഒരേ കടൽ, ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഈ ചോക്ലേറ്റ് ഭയങ്കര വൈബ്രൻറ്റ് ഫിലിമും ഭയങ്കര യൂത്തിൻ്റെ ഒരു ഫിലിം ചെയ്തിട്ട് പിന്നെ പോകുന്നത് ഇതേപോലെ ബഡ്ജറ്റില്ലാത്ത ഒരു റസ്റ്റിക് ഫിലിം, ഒരു നാച്ചുറൽ ഫിലിമിക്ക് പോകുന്നത്. അതാണ് തലപ്പാവ്. അപ്പോൾ തലപ്പാവ് വർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ പടം തുടങ്ങി 4ാമത്തെ ദിവസം ഷൂട്ടിങ് നിൽക്കാനുള്ള ഒരു ഏർപ്പാടായി. കാരണം ഫണ്ടില്ല, ദർ ഇസ് നോ ഫണ്ട്, ഈവൻ ബ്രേക്ക്ഫാസ്റ്റിന് പൈസ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പിന്നെ എൻ്റെ ATM കാർഡ് എടുത്തിട്ട് പോയിട്ട് അത് ATM നിന്ന് കുറച്ച് ഉള്ള പൈസ എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും നമ്മൾ കഴിച്ച് വീണ്ടും ഷൂട്ടിങ് തുടങ്ങി. ഉച്ചയാകുമ്പോൾ ലഞ്ചിന് പൈസ അല്ല, അത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറഞ്ഞപ്പം വേറെ എന്തൊക്കെയോ പ്രോബ്ലമായി ഷൂട്ടിങ് നിന്നുപോയി. അന്ന് നിന്നപ്പോൾ ഞാൻ നിന്നിന് പുറത്തെ പറയാണ്ടെന്ന് പറഞ്ഞിട്ട് മധുബാലിട്ട് പറഞ്ഞു, കുറേ നമുക്ക് കുറച്ച് നേച്ചർ ഷോട്ടൊക്കെ വേണമല്ലോ, അത് പോയി എടുക്കാം, വെളിയിൽ ആരും അറിയണ്ട, പടം നിന്ന് പോയി. അങ്ങനെ ഞങ്ങൾ പോയി കുറേ എടുത്തുമ്പോഴാണ് ഞാൻ ട്രിവാൻഡ്രത്തിലെ രഞ്ജിത്ത് പ്രൊഡ്യൂസർ, ഇന്ന് തുടരും പ്രൊഡ്യൂസറാണ്, തുടരും പടത്തിൻ്റെ പ്രൊഡ്യൂസർ, രഞ്ജിത്തെ വിളിക്കുന്നു. പുള്ളിയുടെ യൂണിറ്റാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. രഞ്ജിത്ത് ഇങ്ങനെ പടം നിന്ന് പോകുമെന്ന് തോന്നുന്നു, ഒരു നിവൃത്തിയില്ല, പ്രൊഡ്യൂസർ എന്തോ പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. ഫേമസ് പ്രൊഡ്യൂസറാണ്, അതായത് പണ്ട് മൈക്ക് മോഹൻ എന്ന് പറയുന്ന ഒരു ആക്ടറായിരുന്നു
തമിഴ് ഒരുപാട് ഹിറ്റ് ഫിലിമിൻ്റെ മോഹൻ അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ആരോ ഇവിടെ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ് ഇവർ ഒരു ആർട്ട് ഫിലിമാണ് ഉണ്ടാക്കുന്നത്, കമേഴ്ഷ്യൽ പടമല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഫോൺ പോയപ്പം പുള്ളിക്ക് പേടിയായി, ഈ പടം പൊട്ടിപ്പോവും, എനിക്ക് പൈസ വേസ്റ്റാണ്. ആകെ 40 ലക്ഷം രൂപ ബഡ്ജറ്റേ ഉള്ളൂ ആ പടം. അങ്ങനെ നിന്നപ്പോൾ ഞാൻ രഞ്ജിത്തെ വിളിച്ച് പറഞ്ഞു. രഞ്ജിത്ത് പറഞ്ഞു, ചേട്ടാ ഷൂട്ടിംഗ് നിർത്താണ്ട, കണ്ടിന്യൂ ചെയ്യാൻ, ഞാൻ പൈസ കുറച്ച് കൊടുത്തുവിടാം എന്ന് പറഞ്ഞിട്ട് വാടക പോലും കൊടുത്തിട്ടില്ല. അദ്ദേഹം ഒരു ലൈറ്റ്മാൻ്റെ കുറച്ച് കാശ് കൊടുത്തു വിട്ട് ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ദിവസം പുള്ളി ഒരു ചാനലിൽ സംസാരിച്ച് അതിൻ്റെ സാറ്റലൈറ്റ് റൈറ്റും വിറ്റ് തരാൻ പറഞ്ഞത് അതിൻ്റെ പ്രൊഡ്യൂസർ സംസാരിച്ച് ബാക്കിയെല്ലാം രഞ്ജിത്ത് ഏർപ്പാടിലാണ് ഈ പടം നടന്ന് മുന്നോട്ട്. അപ്പം നമ്മൾ എല്ലാവരും ഹാപ്പിയായി, കാരണം ഇറ്റ് ഈസ് ഹാപ്പണിങ്. ഫിലിം ഒന്നൊരു സ്റ്റോപ്പായില്ല. ആ പടമാണ് പിന്നെ ഇങ്ങനെ നമ്മൾ വെരി ലോ ബഡ്ജറ്റിൽ ചെയ്ത ഒരു പടമാണ്. പക്ഷേ പടം കണ്ടിട്ട് ആരും അങ്ങനെ ലോ ബഡ്ജറ്റിന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ കണ്ടൻറ്റാണ് സ്ട്രോങ് ആയിരുന്നു. 2 ആക്ടേഴ്സേ ഉള്ളൂ, ലാൽ, സിദ്ദിഖ് ലാലിൻ്റെ ലാലും പൃഥ്വിരാജും. ഇവർ രണ്ടുപേരുടെ ഒരു പോർഷൻസൊക്കെ നമ്മൾ കാട്ടിൽ, നേരിമംഗലം കാട്ടിലൊക്കെ പോയി ഷൂട്ട് ചെയ്ത്, വീടുകളൊക്കെ നമ്മൾ വാടകയ്ക്ക് എടുത്ത് വളരെ ലോ ബഡ്ജറ്റ് ഹൗസസ് എടുത്ത്, പിന്നെ ബാക്കിയെല്ലാം നാച്ചുറലായിട്ട് എവിടെയൊക്കെ ലൊക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു. അതൊരു ചാലഞ്ചിങ് ഫിലിമാണ്. ഡെഫിനറ്റ്ലി ഐ എൻജോയ്ഡ് ദ ഫിലിം. മാത്രമല്ല ഇൻഡസ്ട്രിയിലൊരു നല്ല നെയിം കിട്ടാനും എനിക്ക് അത് ഹെൽപ്പായി. പിന്നെ സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് ലെവലിലൊക്കെ ആ ഫിലിം എത്തിച്ചു. തലപ്പാവിൽ ഇത്ര റെക്കഗ്നൈസേഷൻ കിട്ടിയപ്പം മധുപാലും ഹാപ്പിയായി. ഈസ് ഓൾസോ നോ നോൺ ഡയറക്ടർ. അപ്പോൾ എനിക്കും ഐ എം ഓൾസോ ഹാപ്പി ബിക്കോസ് മൈ വർക്ക് ഈസ് നോട്ട്, ഇപ്പം ദാരിദ്ര്യം കൊണ്ട് നമ്മൾ ചെയ്ത പടമാണെങ്കിലും അവിടെ എവിടെയും ആ പടത്തിൽ കാണാൻ പറ്റില്ല. ഇറ്റ് ഹാപ്പൻഡ്. അത് കഴിഞ്ഞിട്ട് ചെയ്ത പടമാണ് ഒഴിമുറി. അപ്പോൾ ഒഴിമുറി കഥ കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ജയമോഹനാണ്. ജയമോഹൻ വന്ന് ഞാൻ പഠിച്ച അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, അതേ കോളേജിലാണ്, നാഗർകോവിൽ നേറ്റീവ് പ്ലേസ്. എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ആളാണ്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് പുള്ളിയുടെ വീടും. പക്ഷേ അവിടെ വെച്ച് പരിചയമില്ല. ഈ പുള്ളിയുടെ പല കഥകളും വായിച്ചപ്പോഴാണ് ഇത്ര ഒരു വലിയ റൈറ്റർ നാഗർകോവിലുണ്ടെന്ന് അറിഞ്ഞത്. അപ്പം ആ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി അദ്ദേഹം വന്നിരുന്നു. സ്ക്രിപ്റ്റ് വായിച്ചു. പിന്നെ ഭയങ്കര ഹാപ്പിയായി. ഞാൻ സ്വന്തം നാട്ടിലെ ആദ്യമായിട്ട് ഒരു പടം, മലയാള പടം ചെയ്യുന്നത്. അതിനു മുമ്പ് മനസ്സിനക്കരയുടെ പാട്ടെടുക്കാൻ മാത്രമേ പോയിട്ടുള്ളൂ. കാരണം മനസ്സിനക്കരയിലെ പാട്ടെടുക്കാൻ പോയത് പാടത്തിലെ കുറേ ഷോട്ടുകൾ വേണമായിരുന്നു. ആ പാടം ഉപയോഗിക്കണമായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലും കൾട്ടിവേഷനുള്ളത് പാടം പെർമിഷൻ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ സത്യേട്ടൻ്റെ പറഞ്ഞ്, ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെ പാടങ്ങളുണ്ട്, അഴകപ്പൻ ആ പുള്ളിയുടെ പേര്, അദ്ദേഹത്തിൻ്റെ പാടം വെച്ചിരിക്കുന്നത് എൻ്റെ വേറൊരു കസിനാണ്, അങ്ങേരുടെ പേരും അഴകപ്പനാണ്. ഞാൻ പെർമിഷൻ വാങ്ങിക്കാൻ പറഞ്ഞ് വിളിച്ച് ചോദിച്ചപ്പോൾ, അണ്ണാ ഉപയോഗിച്ചോളൂ, നമ്മുടെ പാടമല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പാടത്തിലെയാണ് കംപ്ലീറ്റ് സോങ്, മറ്റേ ഇറങ്ങി നിന്ന് ചാടുന്നത്, ചെളിയിൽ വീഴുന്നത്. അതിൽ വരുന്ന ഒരു കാളവണ്ടിയുണ്ട്, വില്ല് വണ്ടി എന്നാണ് ഞങ്ങൾ പറയാറുണ്ട്. അത് 150 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. അത് മുത്തശ്ശൻ കാറായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. അപ്പം പുള്ളി അതിൻ്റെ ഒരു പീരീഡ് കഴിഞ്ഞിട്ടും വീട്ടിലിരുന്ന് വണ്ടി വിട്ടിട്ടില്ല. എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വണ്ടി എടുത്തിട്ട് പോയി. ഞാനൊക്കെ കുട്ടിക്കാലത്തിൽ ആ വണ്ടിയിൽ കയറാൻ വേണ്ടി ഭയങ്കര കൊതിച്ചിരുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള ബെൻസ് കാർ പോലെയാണ് അത് വെച്ചിരുന്നത്, ഒരു റെസ്പെക്റ്റ്. അപ്പം ആ പാട്ട് മാത്രമേ ഞാൻ നാഗർകോവിലിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനത് ഭയങ്കര നൊസ്റ്റാളജിയായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത സംഭവങ്ങൾ. വീണ്ടും നാഗർകോവിലിലെ ഷൂട്ടിങ് പറഞ്ഞപ്പം ഞാൻ ഡെഫിനറ്റ് അവിടെ പോയി ലൊക്കേഷനെ കണ്ട്, നമുക്ക് പരിചയമുള്ള ലൊക്കേഷനെല്ലാം അതിൽ ഉപയോഗിച്ച് കന്യാകുമാരി നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റി. കന്യാകുമാരിയിൽ ഒരു നമ്മൾ നോർമൽ അലൗ ചെയ്യാത്ത ഒരു സ്ഥലത്തിൽ പോയിട്ട് ക്യാമറ വയ്ക്കാൻ പറ്റി. നോർമലി അവിടെ ഒരു സെൻസിറ്റീവ് ഏരിയ ആണ്, പക്ഷേ അവർ അലൗ ചെയ്യില്ല. സ്പെഷ്യൽ പെർമിഷൻ ഞാൻ ഈ നേറ്റീവ് പ്ലേസിലുള്ള ആളും പറഞ്ഞപ്പം അവിടെ ഒരു സീൻ ചെയ്യാനൊരു പെർമിഷൻ കിട്ടി. അപ്പോൾ ഒഴിമുറി ഇത് പറഞ്ഞ പോലെ നല്ല റെക്കഗ്നൈസേഷൻ കിട്ടിയ ഫിലിമാണ്. ഞാനും വേറെ ഒരു തരത്തിൽ, ഇപ്പം ഞാൻ ഇത്ര ഒരു പാരലൽ സിനിമ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് സിനിമ ചെയ്യുന്നില്ല, ഓരോ സിനിമയിലും ഒന്നൊന്ന് ട്രൈ ചെയ്ത പോലെ തന്നെ ഈ ഒഴിമുറിക്ക് വേറെ ഒരു നാഗർകോവിൽ കൾച്ചറിൽ വരുന്ന ക്യാരക്ടേഴ്സ്, നാഗർകോവിൽ വരുന്ന ആ കലാമറ്റി, അതിൽ വരുന്ന കഥാപാത്രങ്ങൾ, അവരൊക്കെ ക്യാപ്ചർ ചെയ്യാനുണ്ട് ഒഴിമുറി. അതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായ ഒരു പടമാണ്.
ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഞാൻ നേരത്തെ ഫോട്ടോഗ്രാഫർ മൂവിയെ പറ്റി സംസാരിച്ചപ്പം ആദ്യം എൻ്റെ വീട്ടിലെ അബ്ജക്ഷൻ വന്ന് ഞാൻ ഫോട്ടോഗ്രാഫർ ചെയ്യാൻ പോകണമെന്നുള്ള അബ്ജക്ഷൻ വന്ന് കാരണം എൻ്റെ ഒരു ബാക്ക് പെയിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ ബാക്ക് പെയിൻ വന്നിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്യുന്നത് ഈ ഒഴിമുറിയായിട്ട് ശരിയായ കണക്ഷൻ കൊടുക്കാം. ആ ബാക്ക് പെയിൻ ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത്. അവിടെ പോയി അഡ്മിറ്റായി. അപ്പം എൻ്റെ ഇത് സീരിയസ് മാറ്ററാണ്. എൻ്റെ സ്പൈനൽ ലാസ്റ്റ് ബോൺ സർജറി ചെയ്ത് അത് ശരിയാക്കാൻ പറ്റും, ഇല്ലെങ്കിൽ യു കനോട്ട് വാക്ക്. കാരണം അപ്പം ഞാനൊരു വാക്കിംഗ് സ്റ്റേജ് അല്ല. ഞാൻ വന്ന് കാർ ഓടിക്കാൻ പറ്റുന്നില്ല, സ്കൂട്ടർ ഓടിക്കാൻ പറ്റില്ല. ഓട്ടോയിൽ പോകുമ്പോൾ ബാലൻസ് പില്ലോ വെച്ച് കാറിൽ എവിടെ പോയാലും 2-3 പില്ലോ വെച്ചിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മനസ്സ് ഫുള്ള് ക്യാമറമാൻ അത് വിട്ടുപോയാലും ഒരു ഫീലിങ്സ് ഇരിക്കുന്ന ഒരു ടൈമാണ്. എനിക്ക് ബാക്ക് പെയിനെക്കാട്ടിലും എൻ്റെ മനസ്സിൽ ഒരു സിനിമ പോലും ചെയ്യാതെ ഞാൻ ഔട്ടാവുമല്ലോ എൻ്റെ ലൈഫിൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ടൈമിലാണ് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. മെഡിക്കൽ കോളേജ് ഡോക്ടർ വാഗ്ദാനം തരുന്നത്. അപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എൻ്റെ അടുത്തെന്ന് പറയുന്നത്, സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ്, അതേപോലെ ഐ അഡ്വൈസ് യു നോട്ട് ടു ഡു ദ സർജറി ബിക്കോസ് യു ആർ ടു യങ്. 27-28 വയസ്സായിട്ടേ ഉള്ളൂ. ഇപ്പോൾ സർജറി ചെയ്താൽ ഇത് സക്സസ് ആയിട്ടേ ഇല്ല. ഈ സ്പൈനൽ കാർഡ് ഓപ്പറേഷൻ എവിടെയുമേ ലാസ്റ്റ് ബോണ് എടുത്തിട്ട് സക്സസ് ആയിട്ടില്ല. അതാണ് ഹിസ്റ്ററി. അത് ഭാവിയിൽ നല്ല ഇതൊക്കെ വരും. ആ ടൈമിൽ നോക്കാം. നിങ്ങൾ ഒന്ന് ചെയ്യുക, ഇവിടെ നിന്ന് സർജറി ചെയ്യാതെ പോകുന്നതാണ് നല്ലത്. എന്നിട്ട് ഞാൻ മെയിൻ ഡോക്ടർ വന്നപ്പം പറഞ്ഞ്, സാറേ എനിക്ക് അപ്പം ദൂരദർശനിൽ നിന്നൊരു ഡോക്യുമെൻ്ററി ഇത് ചെയ്യാൻ വേണ്ടി റെഡിയായിരിക്കുക. ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് ക്യാപ്ചർ ചെയ്യാമെന്ന് പറഞ്ഞ അൻവർ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ, ദൂരദർശൻ ഹെൽത്ത് പ്രൊഡ്യൂസർ, ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പെർമിഷനൊക്കെ വാങ്ങിച്ച് എല്ലാം റെഡിയായിരിക്കുക. അപ്പം ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി. വേറൊരു റീസൺ പറഞ്ഞിട്ട് നാട്ടിലൊരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ പോയിട്ട് ഒരാഴ്ച വന്നിട്ട് അഡ്മിറ്റ് ചെയ്യാണ്. അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നെ ട്രിവാൻഡ്രത്തിൽ പോയി ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈഫിൻ്റെ അച്ഛൻ വിളിക്കുന്നു, നീ ഒന്ന് ചെയ്ത് പുറപ്പെട്ട് ഇങ്ങോട്ട് വാന്ന് പറയുന്നു. ടാക്സിയിൽ എടുത്തിട്ട് വന്നു. അപ്പോൾ ടാക്സിയിൽ നൈറ്റിൽ ഞങ്ങൾ പോയി. പെയിൻ കില്ലർ കഴിഞ്ഞിട്ടൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ ഈ പെയിൻ എൻ്റെ മനസ്സിൽ ഫുള്ള് എൻ്റെ സിനിമ നഷ്ടപ്പെട്ടു, അത് മാത്രം ഫീലിങ്. എന്നിട്ട് എന്നെ കൊണ്ടുപോകുന്നു വൈഫ്. രാത്രി തന്നെ വൈഫ് പറഞ്ഞ് അപ്പോൾ ഇപ്പം തന്നെ പോകാൻ പറഞ്ഞിട്ട് രാത്രി ഒരു ടാക്സി അറേഞ്ച് ചെയ്തിട്ട് എന്നെ നാഗർകോവിലേക്ക് കൊണ്ടുപോകുന്നു, എൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക്. അപ്പം വൈഫിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ അവിടെ ഒരു വൈദ്യൻ കാത്തിരിക്കാൻ പറഞ്ഞ ഒരു വലിയ മീശയൊക്കെ വെച്ചിട്ട് ഒഴിമുറിയെ ഞാൻ ഇപ്പം കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അപ്പം ആ ഒഴിമുറിന്ന് ഒരു സിനിമ കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വൈദ്യൻ വന്ന് നോക്കി എന്നെ തിരിഞ്ഞ് കിടക്കാൻ പറഞ്ഞു. കിടന്നിട്ട് ഇങ്ങനെ അപ്പം ഞാൻ സ്കാനിങ് എടുത്തത്, എക്സ്റേ, മെഡിസിൻസ് എല്ലാം വൈദ്യൻ്റെ അടുത്ത് വൈഫ് കാണിക്കുന്നത്. പുള്ളി പറഞ്ഞു എനിക്കൊന്നും നോക്കണ്ട, അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എക്സ്റേ പോലും നോക്കുന്നില്ല. അപ്പോൾ എനിക്ക് വിശ്വാസം പോയി. എക്സ്റേ നോക്കാതെ അല്ലെങ്കിൽ സ്കാനിങ് ചെയ്ത് ഇത്ര കാശ് കൊടുത്ത്, അന്ന് സ്കാനിങ് ഒരു എക്സ്പെൻസീവ് അല്ലേ, അതുപോലും പുള്ളി നോക്കാതെ പറഞ്ഞ് എനിക്ക് വിശ്വാസമില്ല. പുള്ളി ഇങ്ങനെ 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ തടവി എൻ്റെ ബാക്ക് ബോണിൽ തടവി ഇവിടെയാണ് പെയിൻ എന്ന് പറഞ്ഞു ഒരു പ്രസ് ചെയ്തപ്പോൾ ഞാൻ നിലവിളിച്ചും പറഞ്ഞാൽ മൊത്തം ആ വില്ലേജിലെ പലരും കേട്ട് കാണാം, അത്ര നിലവിളിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞ് ഓക്കെ തിരിഞ്ഞ് കിടന്നോളാം, നാളെ തൊട്ട് 10 ദിവസം ഈ മനുഷ്യനെ എനിക്ക് തരുമോയെന്ന് വൈഫിട്ട് ചോദിച്ചു. അപ്പം പറഞ്ഞ് ശരി വൈദ്യരായെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി തിരിച്ച് ബൈക്കെടുത്ത് ബുള്ളറ്റിൽ വന്നു. ഒരു 70 വയസ്സ് അല്ല 65 വയസ്സുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പം പുള്ളി ബുള്ളറ്റിൽ തിരിച്ച് പോകുന്ന സൗണ്ട് മാത്രം കിട്ടും. ഞാൻ വിചാരിച്ചു ഇയാൾ വരാതിരിക്കണമെന്ന് പറഞ്ഞ് മാത്രമേ മനസ്സിൽ വിചാരിച്ചു. അപ്പം ഞാൻ വൈഫിട്ട് പറഞ്ഞ് ഇന്ന് ഇത്ര മോഡേൺ മെഡിസിൻസ് ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ തിരിച്ച് പറയണോ, ഇങ്ങനെ വരാണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ സംശയങ്ങൾ പറയുമ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഒന്നും വിശ്വസിക്കുക, ട്രൈ ചെയ്യാം, ഇവിടുത്തെ സിദ്ധ വൈദ്യരെ പറ്റി കേട്ടിട്ടില്ലേ. നാഗർകോവിൽ അന്നും സിദ്ധ വൈദ്യൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളത്. അടുത്ത ദിവസം വന്ന് വീട്ടിൽ വന്നിട്ട് ആര്യവേപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ തമിഴ്നാട്ടിലെ ആര്യവേപ്പ് എവിടെ ഉണ്ടെങ്കിലും തരത്തില്ല, കാരണം അതിൽ പട്ട ചെത്തിയെടുക്കണം.
ഒരു വീട്ടിലെയും ആര്യവേപ്പ് വെട്ടാൻ സമ്മതിക്കില്ല. ഫ്രണ്ട് എല്ലാ വീട്ടിനും മുമ്പ് അസുഖം വരാതിരിക്കാൻ വേണ്ടി ആര്യവേപ്പ് നടുന്ന ഒരു കൾച്ചർ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. അപ്പോൾ ആര്യവേപ്പ് ഇവിടെ എവിടെയും കിട്ടത്തില്ല എന്നായിപ്പം ഫ്രഷ് പട്ട കിട്ടണം. അതിൻ്റെ പട്ടയെന്ന് പറയുന്നത് അതിൻ്റെ തോട് അങ്ങനെ കിട്ടണമെന്ന്. അപ്പം എൻ്റെ ഫാദറിലാ പറഞ്ഞു നമ്മുടെ വീട്ടിലുള്ളത് വെട്ടിക്കോ എന്ന് പറഞ്ഞു. കാരണം വീട്ടിലെ മുന്നിലുള്ളത് വെട്ടാൻ പാടില്ലെന്നൊരു ഐതിഹ്യമോ ബിലീഫോ അറിയില്ല. അത് വെട്ടാന്ന് പറഞ്ഞു. അപ്പം ആരോ ഒബ്ജക്ഷൻ ചെയ്ത് ഇവിടെ വേണ്ട നമ്മൾ വേറെ എവിടെയാണ് വെട്ടിക്കോ എന്ന് പറഞ്ഞ് പുള്ളി 2 പേരെ വിളിച്ചു. മരത്തെ വെട്ടിക്കോ എന്ന് പറഞ്ഞ് പട്ട വെട്ടി എന്നെ 10 ദിവസം വീട്ടിലെത്തി. എന്താ മരുന്നും ചെയ്തില്ല. അവിടെ വെച്ച് തന്നെ ആ പറമ്പിൽ വെച്ച് തന്നെ പുള്ളി കാച്ചുകൊണ്ടേയിരിക്കും. രാവിലെ 4 മണിക്ക് വന്നിട്ട് കാച്ചി തൈലമിട്ട് നല്ല തടവിട്ട് പിന്നെ ഒരു 11 മണിക്ക് വരും വീണ്ടും തടവും. പിന്നെ 3 മണിക്ക് വരും അപ്പവും തടവും. രാത്രി 7 മണിക്ക് വരും. ഈ ബുള്ളറ്റ് സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടായി. പുള്ളി വരുമ്പോഴൊക്കെ ഒരു ഇറിറ്റേഷൻ. ഇത് ചുമ്മാ വാഷായിരിക്കുന്നു. ഒരു 9 ദിവസം കഴിഞ്ഞിട്ട് 10ാമത്തെ ദിവസം കറക്റ്റാണ് 10 ദിവസം പുള്ളി പറഞ്ഞു എണീക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എണീക്കാൻ തിരിഞ്ഞു കിടക്കുമെന്ന് പറഞ്ഞ് തിരിഞ്ഞു എണീറ്റോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരെങ്കിലും പിടിക്കണോ? ഡെയിലി പിടിച്ചാണ് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ബാത്റൂമൊക്കെ. എണീക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വേറെ സങ്കടപ്പെട്ട് തന്നെ എണീറ്റ് നിന്ന് നടക്കുമെന്ന് പറഞ്ഞ് നടന്നു. അങ്ങോട്ട് നടക്കുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നടന്നു. ഇങ്ങനെ ഒരു അരമണിക്കൂർ നടപ്പിച്ച് ഇനിയെല്ലാം ഓക്കെ ട്രിവാൻഡ്രത്ത് നിന്ന് ആളെ പോയിക്കോന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഐ എം ഓക്കെ. ഞാൻ തിരിച്ചു വന്ന് ഡ്യൂട്ടി ജോയിൻ ചെയ്തു. ദൂരദർശൻ ലീവായിരുന്നു 6 months മറ്റേ മെഡിക്കൽ ലീവ് ലീവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ നീലഗിരി താർ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ചെയ്യാൻ പോയി. ഇപ്പം ഈ പറയാൻ കാരണം മധുപാൽ ഈ കഥ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സിദ്ധ വൈദ്യന്മാർ ഇവിടെ ഫേമസ് ആയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ ഈ കഥ പറഞ്ഞ് ഇങ്ങനെ ഒരു വൈദ്യനുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആ വൈദ്യനെ തന്നെ വിളിക്കാൻ നമുക്ക് പറ്റുമോ അഭിനയിക്കുമോ എന്ന്. അപ്പോൾ അപ്പോഴത്തേക്ക് പുള്ളി വളരെ ഏജ്ഡായിപ്പോയി പറഞ്ഞാൽ നോട്ട് വെൽ അങ്ങനെ ഒരു കണ്ടീഷനിലായിപ്പോയി. അപ്പോൾ അത് പറ്റത്തില്ല. അതേപോലെ ഒരു വൈദ്യർ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ കഥയിൽ അതുപോലെ റിലവൻസ് വരുന്നുണ്ടെന്ന്. അങ്ങനെയാണ് ഈ ഇളവരസ് എന്ന് പറയുന്ന ആക്ടർ ആ രൂപത്തിലാണ് ഉടുപ്പിടാതെ. ഇതിൽ നമ്മൾ സൈക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ബുള്ളറ്റിൽ വരുന്ന എൻ്റെ ഒറിജിനൽ വൈദ്യർ ബുള്ളറ്റ് വരുന്നത്. ഇതേപോലെ നാഗർകോവിൽ പോയി കഴിഞ്ഞാൽ കുറേ സിദ്ധ വൈദ്യസ് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ജനിച്ചത് നാഗർകോവിലാണ്, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ നാഗർകോവിൽ എന്ന് പറഞ്ഞാലും എൻ്റെ വില്ലേജെന്ന് പറയുന്നത് തേരൂർ എന്ന് പറയുന്ന ഒരു വില്ലേജാണ്. തേരൂർ സുസീന്ദ്രം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സുസീന്ദ്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ്. ആ ഗ്രാമമാണ് ഞാൻ ആക്ച്വലി ജനിച്ചത്, അമ്മയുടെ ഗ്രാമം. പിന്നെ വളർന്നത് എല്ലാം പിന്നെ ടൗണിലാണ്, നാഗർകോവിലിലെ കൃഷ്ണൻ കോയിൽ എന്ന് പറഞ്ഞ സ്ഥലം, അച്ഛൻ്റെ സ്ഥലം. അപ്പം ഫാദർ വന്നൊരു ടീച്ചറായിരുന്നു. അച്ഛൻ പഠിച്ചതൊക്കെ ട്രിവാൻഡ്രം കോളേജിലാണ് പഠിച്ചത്. പിന്നെ കാരക്കുടിയിൽ പോയി ഗ്രാജുവേഷൻ ചെയ്തത്. പിന്നെ അച്ഛൻ പോസ്റ്റ് ഗ്രാജുവേഷൻ അച്ഛൻ പോസ്റ്റ് ഗ്രാജുവേഷൻ MA in ഹിസ്റ്ററി, MA in ഇംഗ്ലീഷ് ആൻഡ് M.Pharm എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്. ഭയങ്കര എഡ്യൂക്കേഷൻ. ആ എഡ്യൂക്കേഷൻ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, എൻ്റെ വീട്ടിലെ ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ കുട്ടിക്കാലം തൊട്ട് എല്ലാ ഹോളിഡേയും സാറ്റർഡേ സൺഡേ കിട്ടുകയാണെങ്കിലും തേരൂർ വില്ലേജ് പോകും. കാരണം എൻ്റെ മുത്തശ്ശൻ അഴകപ്പൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പോകും. അവിടെ മൊത്തം പാടമായിരുന്നു. അവർ കൃഷി. അച്ഛൻ വന്നിട്ട് സുശീന്ദ്ര ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററും വേറെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോകുന്നത് എന്താണെങ്കിൽ അവിടെ ഒരുപാട് പക്ഷികൾ കാണാം, പിന്നെ പാടങ്ങളൊക്കെ പച്ചപ്പ് കാണാം, പിന്നെ കോക്കനട്ട് ട്രീ, പിന്നെ പുഴ ഉണ്ട്, കുളമുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അപ്പോൾ അതിനുവേണ്ടി ഭയങ്കര നേച്ചർ ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ കൂടുതൽ നേച്ചറായിട്ട് എടുത്തത്. എൻ്റെ സിസ്റ്റർ അധികം പോകത്തില്ല, എൻ്റെ യങ്ങർ ബ്രദറും അധികം പോകത്തില്ല. അപ്പോൾ എനിക്ക് ഹോളിഡേ വന്നെങ്കിൽ ഞാൻ തേരൂർ പോയിക്കോട്ടെ എന്ന് പറയാം. അപ്പം അച്ഛൻ ചിലപ്പം വണ്ടി അയക്കും. വണ്ടി എന്ന് പറഞ്ഞാൽ കളവണ്ടിയില്ല, വില്ലുവണ്ടി എന്ന് പറയുന്നത്. ആ വില്ലുവണ്ടിയാണ് നമ്മൾ മനസ്സിനക്കരയിലെ പിന്നെ പാട്ട് സീനിലെ മറക്കുടയാൽ പാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മുത്തശ്ശൻ്റെ അച്ഛൻ ഉപയോഗിച്ചതാണ്. സോ അങ്ങനെ വില്ലേജ് ലൈഫിൽ തന്നെ എനിക്ക് നേച്ചർ ബ്ലെൻഡിങ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫാദർ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഭയങ്കര കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര ചിട്ടയായിരുന്നു. അച്ഛൻ്റെ 2 സ്റ്റുഡൻസ് ഫേമസ് സ്റ്റുഡൻസാണ്. ഒന്ന് നമ്പി നാരായണൻ സാറ്,
അച്ഛൻ കോളേജിൽ പ്രൊഫസറായിരുന്നിട്ട് വേണ്ടാന്ന് വെച്ചിട്ടാണ് സ്കൂൾ എഡ്യൂക്കേഷനിൽ പോയത്. കാരണം എന്താണെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷൻ ടീച്ച് ചെയ്യുന്നതാണ് അച്ഛന് കൂടുതൽ കംഫർട്ടബിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫിസിക്സിലെ വൺ ഓഫ് ദ ഫേമസ് ടീച്ചറായിരുന്നു തമിഴ്നാട്ടിൽ. മാത്രമല്ല ഷട്ടിൽ ബാഡ്മിൻ്റൺ പ്ലെയറുമായിരുന്നു സ്റ്റേറ്റ് ലെവലിൽ. അച്ഛൻ്റെ ഒരുപാട് ഫേമസ് സ്റ്റുഡൻസ് ഉണ്ട്. കുറേ പേര് ബിലാനിയിൽ പോയി പഠിച്ചവരുണ്ട്, കുറേ IIT പഠിച്ചവരുണ്ട്, കുറേ പേര് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഹോളിഡേയിൽ കാണാറുണ്ട്. അച്ഛൻ്റെ വളരെ ഫേമസായി പോയ പോപ്പുലറായി പോയ 2 സ്റ്റുഡൻസ്, ഒന്ന് നമ്പിനാരായണൻ സാറ്, ഇന്നൊന്ന് പൊൻ രാധാകൃഷ്ണൻ സാർ. നമ്മുടെ മിനിസ്റ്ററായിരുന്നു, സെൻട്രൽ മിനിസ്റ്ററായിരുന്നു, MP ആയിരുന്നു, നാഗർകോയിൽ MP ആണ്. ഇവർ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയിരുന്നു അച്ഛൻ്റെ സ്കൂൾ പഠിക്കുമ്പോൾ. അതിനാൽ നമ്പിനാരായണൻ സാർ ഇടയ്ക്ക് ഇവിടെ വെച്ച് കണ്ടപ്പോൾ സൂചന കൊടുത്തിട്ട് അച്ഛൻ എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടെ പറഞ്ഞ്. പൊൻ രാധാകൃഷ്ണൻ ഈ പൊളിറ്റിക്സ് പോകുമ്പോൾ തന്നെ അച്ഛനെ വന്നിട്ട് കാല് തൊഴുതിട്ട് എന്നെ അനുകരിക്കണം പറഞ്ഞപ്പം അച്ഛൻ ഒരു പ്രോമിസ് ചെയ്യാൻ പറഞ്ഞ് അച്ഛൻ തിയോസഫിക്കൽ സൊസൈറ്റിയൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് ജെ കൃഷ്ണമൂർത്തി ഫോളോവർ അങ്ങനെയൊക്കെ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകാറുണ്ട് അഡീഷണലായിട്ട് ഇതല്ലാതെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ കറപ്ഷൻ ചെയ്യൂല, ഒരിക്കലും കറപ്ഷൻ ചെയ്യില്ലെന്ന് പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ബ്ലസ് ചെയ്യാമെന്ന്. അങ്ങനെ പുള്ളി പ്രോമിസ് കൊടുത്തു, ഞാൻ ഒരിക്കലും കറപ്റ്റഡ് ആവില്ലെന്ന്. എന്നിട്ട് ജയിച്ചു വന്നു. അങ്ങനെ MLA ആയി, MP ആയി, മിനിസ്റ്ററായി എല്ലാം ഒക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഈ ഫസ്റ്റ് കോപ്പി കാണാൻ പോകുന്നു, എല്ലാവരും എഡിറ്റഡാണ്. ഫസ്റ്റ് കോപ്പി ഞാൻ കണ്ടു, ഇവർക്ക് പ്രിവ്യൂ വയ്ക്കുന്നു. ഞാൻ ഭയങ്കര നേരത്തെ പറഞ്ഞില്ല, ഇൻട്രോവേർട്ടായിട്ടും ഭയങ്കര സൈലൻ്റായിട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ക്യാമറമാൻ, ഒരു എക്സ്പ്രസ് അധികം ചെയ്യാൻ അറിയില്ല അങ്ങനെ. അപ്പോൾ ഈ പാട്ട് കഴിഞ്ഞ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഷിവറിങ് ആയി, പനി പോലെ വന്നു. എന്ത് പറയാനാണ്, എഴുന്നേറ്റ് നിന്ന് ഒരു ക്ലാപ്സ്, നല്ല ക്ലാപ്സ്. മാത്രമല്ല എല്ലാവരും ഓടി വന്ന് കൈ തന്നു, മണിയമ്പിള്ള, എവരിബഡി.